കേരളത്തിലെ പത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. രാജ്യസമാചാരം. അടുത്ത ചോദ്യം, രാജ്യസമാചാരത്തിന്റെ ശില്പിയായിരുന്ന ബാസൽ മിഷന്റെ മുഖ്യ പ്രവർത്തകൻ ആരാണ്? രാജ്യസമാചാരത്തിന്റെ ശില്പിയായിരുന്ന ബാസൽ മിഷന്റെ മുഖ്യ പ്രവർത്തകൻ ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ട്. അടുത്ത ചോദ്യം, രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ഉത്തരം തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന്. അടുത്ത ചോദ്യം, മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം ഏതാണ്? മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം പശ്ചിമോദയം. പശ്ചിമോദയം. അടുത്ത ചോദ്യം, 1847 പ്രസിദ്ധീകരണം ആരംഭിച്ച ബാസൽ മിഷന്റെ രണ്ടാമത്തെ പത്രം ഏതാണ്? 1847 പ്രസിദ്ധീകരണം ആരംഭിച്ച ബാസൽ മിഷന്റെ രണ്ടാമത്തെ പത്രം ഏതാണ്? ഉത്തരം പശ്ചിമോദയം. പശ്ചിമോദയം. അടുത്ത ചോദ്യം, പശ്ചിമോദയം പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? പശ്ചിമോദയം പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം എഫ് മുള്ളർ. ഉത്തരം എഫ് മുള്ളർ. അടുത്ത ചോദ്യം, ഇറ്റാലിയൻ കാർമലൈറ്റ് മിഷന്റെ സഹായത്തോടെ 1876 കൂനന്മാവിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ്? ഇറ്റാലിയൻ കാർമലൈറ്റ് മിഷന്റെ സഹായത്തോടെ 1876 കൂനന്മാവിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം സത്യനാഥ കാഹളം. സത്യനാഥ കാഹളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം ഏതാണ്? ഉത്തരം കേരളമിത്രം. ഉത്തരം കേരളമിത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വൃത്താന്ത പത്രമായ കേരളമിത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കേരളത്തിലെ ആദ്യ വൃത്താന്ത പത്രമായ കേരളമിത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ദേവ്ജി ഭീംജി. ദേവ്ജി ഭീംജി. അടുത്ത ചോദ്യം, മലബാറിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള വൃത്താന്ത പത്രം ഏതാണ്? മലബാറിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വൃത്താന്ത പത്രം ഏതാണ്? ഉത്തരം കേരള ദീപിക. കേരള ദീപിക. അടുത്ത ചോദ്യം, ബംഗാളിലെ അമൃത ബസാർ പത്രികയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള പത്രം ഏതാണ്? ബംഗാളിലെ അമൃത ബസാർ പത്രികയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള പത്രം ഏതാണ്? ഉത്തരം കേരള ദീപിക. കേരള ദീപിക. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യത്തിന്റെ ആദ്യ പത്രം ഏതാണ്? കൊച്ചി രാജ്യത്തെ ആദ്യ പത്രം ഏതാണ്? ഉത്തരം പശ്ചിമ താരക. കൊച്ചി രാജ്യത്തെ ആദ്യ പത്രം ഏതാണ്? ഉത്തരം പശ്ചിമ താരക. അടുത്ത ചോദ്യം, ക്രിസ്തീയ വൈദികർ അല്ലാത്തവർ കേരളത്തിൽ നടത്തിയ ആദ്യ പ്രസിദ്ധീകരണം ഏതാണ്? ക്രിസ്തീയ വൈദികർ അല്ലാത്തവർ കേരളത്തിൽ നടത്തിയ ആദ്യ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം പശ്ചിമ താരക. പശ്ചിമ താരക. 1860 പശ്ചിമ താരക പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, പശ്ചിമ താരകയുടെ ആദ്യ എഡിറ്റർ ആയിരുന്നത് ആരാണ്? പശ്ചിമ താരകയുടെ ആദ്യ എഡിറ്റർ ആയിരുന്നത് ആരാണ്? ഉത്തരം കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. അടുത്ത ചോദ്യം, വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാള രൂപമായി ആരംഭിച്ച പത്രം ഏതാണ്? വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാള രൂപമായി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം പശ്ചിമ താരക. പശ്ചിമ താരക. മലയാളത്തിലെ ആദ്യ കഥാമാസിക ഏതാണ്? മലയാളത്തിലെ ആദ്യ കഥാമാസിക ഏതാണ്? ഉത്തരം കഥാവാദിനി. കഥാവാദിനിയാണ് മലയാളത്തിലെ ആദ്യ കഥാമാസിക.
അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? ഉത്തരം കേരള സുഗുണബോധിനി. കേരള സുഗുണബോധിനി. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മാസിക ഏതാണ്? മലയാളത്തിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മാസിക ഏതാണ്? ഉത്തരം വിദ്യാസംഗ്രഹം. വിദ്യാസംഗ്രഹം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി പുസ്തക നിരൂപണം പ്രത്യക്ഷപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? കേരളത്തിൽ ആദ്യമായി പുസ്തക നിരൂപണം പ്രത്യക്ഷപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം വിദ്യാസംഗ്രഹം. വിദ്യാസംഗ്രഹം. അടുത്ത ചോദ്യം, മലയാളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം ഏതാണ്? മലയാളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം ഏതാണ്? ഉത്തരം സന്ദിഷ്ടവാദി. സന്ദിഷ്ടവാദിയാണ് മലയാളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം. അടുത്ത ചോദ്യം, സന്ദിഷ്ടവാദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സന്ദിഷ്ടവാദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം W.H. മൂർ. W.H. മൂർ. അടുത്ത ചോദ്യം, സന്ദിഷ്ടവാദി നിരോധിക്കാൻ കാരണമായ ദിവാൻ ആരാണ്? സന്ദിഷ്ടവാദി നിരോധിക്കാൻ കാരണമായ ദിവാൻ ആരാണ്? ഉത്തരം ദിവാൻ മാധവരായർ. ദിവാൻ മാധവരായരാണ് സന്ദിഷ്ടവാദി നിരോധിക്കാൻ കാരണമായ ദിവാൻ. അടുത്ത ചോദ്യം, ലോഹങ്ങൾ ഉപയോഗിച്ച് അഥവാ അച്ചുകൂടത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ലോഹങ്ങൾ ഉപയോഗിച്ച് അഥവാ അച്ചുകൂടത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പത്രം ഏതാണ്? ഉത്തരം ജ്ഞാനനിക്ഷേപം. ഉത്തരം ജ്ഞാനനിക്ഷേപം. അടുത്ത ചോദ്യം, അച്ചുകൂടത്തിൽ അച്ചടിച്ച ആദ്യ പത്രമായ ജ്ഞാനനിക്ഷേപം പുറത്തിറങ്ങിയത് ഏതു വർഷമാണ്? അച്ചുകൂടത്തിൽ അച്ചടിച്ച ആദ്യ പത്രമായ ജ്ഞാനനിക്ഷേപം പുറത്തിറങ്ങിയത് ഏതു വർഷമാണ്? ഉത്തരം 1848. 1848. അടുത്ത ചോദ്യം, ജ്ഞാനനിക്ഷേപം അച്ചടിച്ച പ്രസ് ഏതാണ്? ജ്ഞാനനിക്ഷേപം അച്ചടിച്ച പ്രസ് ഏതാണ്? ഉത്തരം കോട്ടയത്തെ CMS പ്രസ്. കോട്ടയത്തെ CMS പ്രസ്. അടുത്ത ചോദ്യം, വിഷയവിവരങ്ങൾ നൽകിയ ആദ്യത്തെ മലയാള പത്രം ഏതാണ്? വിഷയവിവരങ്ങൾ നൽകിയ ആദ്യ മലയാള പത്രം ഏതാണ്? ഉത്തരം ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപം. അടുത്ത ചോദ്യം, തൃശ്ശൂരിൽ CP അച്യുതമേനോന്റെയും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെയും പത്രാധിപത്യത്തിൽ 1889 പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ പത്രം ഏതാണ്? തൃശ്ശൂരിൽ CP അച്യുതമേനോന്റെയും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെയും പത്രാധിപത്യത്തിൽ 1889 പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ പത്രം ഏതാണ്? ഉത്തരം വിദ്യാവിനോദിനി. വിദ്യാവിനോദിനി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പ്രഭാത ദിനപത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പ്രഭാത ദിനപത്രം ഏതാണ്? ഉത്തരം മലയാള രാജ്യം. മലയാള രാജ്യം. അടുത്ത ചോദ്യം, കേരള ദീപികയുടെ ഉപജ്ഞാതാവും മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവുമായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള ദീപികയുടെ ഉപജ്ഞാതാവും മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവുമായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വാരിക ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ വാരിക ഏതാണ്? ഉത്തരം കേരളമിത്രം. മലയാളത്തിലെ ആദ്യത്തെ വാരിക ഏതാണ്? ഉത്തരം കേരളമിത്രം. അടുത്ത ചോദ്യം, കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന പത്രം ഏതാണ്? കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന പത്രം ഏതാണ്? ഉത്തരം മിതവാദി. മിതവാദിയിലാണ് കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യമായി അച്ചടിച്ചു വന്നത്. അടുത്ത ചോദ്യം, തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ മിതവാദി ആരംഭിച്ച വർഷം ഏതാണ്? തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ മിതവാദി ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1907. 1907. അടുത്ത ചോദ്യം,
കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം ഏതാണ്? കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം ഏതാണ്? ഉത്തരം മിതവാദി. ഉത്തരം മിതവാദി. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് അടിസ്ഥാനമിട്ട പത്രം ഏതാണ്? മലയാളി മെമ്മോറിയലിന് അടിസ്ഥാനമിട്ട പത്രം ഏതാണ്? ഉത്തരം മലയാളി. ഉത്തരം മലയാളി. അടുത്ത ചോദ്യം, 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രം ഏതാണ്? 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം അഞ്ചുതെങ്ങിൽ നിന്ന്. അഞ്ചുതെങ്ങിൽ നിന്ന്. അടുത്ത ചോദ്യം, ഭയലോഭ കൗടില്യങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യത്തോടെ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഭയലോഭ കൗടില്യങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യത്തോടെ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഉത്തരം സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി. അടുത്ത ചോദ്യം, കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാനാമം? കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാനാമം? ഉത്തരം കേരളൻ. ഉത്തരം കേരളൻ. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ? സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ? ഉത്തരം ചിറയൻകീഴ് CP ഗോവിന്ദപിള്ള. ചിറയൻകീഴ് CP ഗോവിന്ദപിള്ള. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം? സ്വദേശാഭിമാനി പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം? ഉത്തരം 1907. ഉത്തരം 1907. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ എവിടേക്കാണ് നാടുകടത്തിയത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ എവിടേക്കാണ് നാടുകടത്തിയത്? ഉത്തരം തിരുനെൽവേലിയിലേക്ക്. തിരുനെൽവേലിയിലേക്ക്. അടുത്ത ചോദ്യം, 1910 സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തപ്പോൾ തിരുവിതാംകൂർ രാജാവും ദിവാനും ആരൊക്കെയായിരുന്നു? 1910 സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തപ്പോൾ തിരുവിതാംകൂർ രാജാവും ദിവാനും ആരൊക്കെയായിരുന്നു? ഉത്തരം രാജാവ് ശ്രീമൂലം തിരുനാളും ദിവാൻ P രാജഗോപാലാചാരിയുമായിരുന്നു. രാജാവ് ശ്രീമൂലം തിരുനാളും ദിവാൻ P രാജഗോപാലാചാരിയും ആയിരുന്നു. അടുത്ത ചോദ്യം, കാൾ മാക്സിനെ ആദ്യമായി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഗ്രന്ഥകാരൻ ആരാണ്? കാൾ മാക്സിനെ ആദ്യമായി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഗ്രന്ഥകാരൻ ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപർ ആയത്? ഏത് വർഷമാണ് രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപർ ആയത്? ഉത്തരം 1906. 1906. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് നിന്ന് കേരളൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? തിരുവനന്തപുരത്ത് നിന്ന് കേരളൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതി ഏതാണ്? പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതി ഏതാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വൃത്താന്ത പത്രപ്രവർത്തനം. അടുത്ത ചോദ്യം,
ഗാന്ധിജിയുടെ ജീവിതകഥ ആദ്യമായി മലയാളത്തിൽ രചിച്ചത് ആരാണ്? ഗാന്ധിജിയുടെ ജീവിതകഥ ആദ്യമായി മലയാളത്തിൽ രചിച്ചത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, റോയിറ്റർ എന്ന വിദേശ വാർത്താ ഏജൻസിയിൽ നിന്ന് നേരിട്ട് വാർത്ത വരുത്തുവാൻ തുടങ്ങിയ ആദ്യ മലയാള പത്രം? റോയിറ്റർ എന്ന വിദേശ വാർത്താ ഏജൻസിയിൽ നിന്ന് നേരിട്ട് വാർത്ത വരുത്താൻ തുടങ്ങിയ ആദ്യ മലയാള പത്രം ഏതാണ്? ഉത്തരം സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ വെച്ചാണ് അന്തരിച്ചത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ വെച്ചാണ് അന്തരിച്ചത്? ഉത്തരം കണ്ണൂർ. ഉത്തരം കണ്ണൂർ. അടുത്ത ചോദ്യം, കവിതയ്ക്ക് വേണ്ടി മാത്രമായി ആരംഭിച്ച ആദ്യത്തെ മലയാള പ്രസിദ്ധീകരണം ഏതാണ്? കവിതയ്ക്ക് വേണ്ടി മാത്രമായി ആരംഭിച്ച ആദ്യത്തെ മലയാള പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം കവന കൗമുദി. കവന കൗമുദി. അടുത്ത ചോദ്യം, കവന കൗമുദി ആരംഭിച്ചത് ആരാണ്? കവന കൗമുദി ആരംഭിച്ചത് ആരാണ്? ഉത്തരം പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മയാണ് കവന കൗമുദി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരാണ്? കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമൻ. അടുത്ത ചോദ്യം, കേരള കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? കേരള കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം മുല്ലൂർ എസ് പത്മനാഭ പണിക്കർ. മുല്ലൂർ എസ് പത്മനാഭ പണിക്കർ. അടുത്ത ചോദ്യം, കേരള കൗമുദി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? കേരള കൗമുദി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നും. കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നും. അടുത്ത ചോദ്യം, മലയാളി സഭയുടെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് 1886 വാരികയായി ആരംഭിച്ച പത്രം ഏതാണ്? മലയാളി സഭയുടെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് 1886 വാരികയായി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം മലയാളി. മലയാളി. അടുത്ത ചോദ്യം, മലയാളിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? മലയാളിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ കാർഷിക പ്രസിദ്ധീകരണം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കാർഷിക പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം കൃഷിക്കാരൻ. ഉത്തരം കൃഷിക്കാരൻ. അടുത്ത ചോദ്യം, ദേശമംഗലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച യോഗക്ഷേമ സഭയുടെ പത്രം ഏതാണ്? ദേശമംഗലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച യോഗക്ഷേമ സഭയുടെ പത്രം ഏതാണ്? ഉത്തരം മംഗളോദയം. ഉത്തരം മംഗളോദയം. അടുത്ത ചോദ്യം, പന്തളത്ത് നിന്ന് കവന കൗമുദി എന്ന ദ്വൈവാരിക ആരംഭിച്ചത് ആരാണ്? പന്തളത്ത് നിന്ന് കവന കൗമുദി എന്ന ദ്വൈവാരിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം പന്തളം കേരളവർമ്മ തമ്പുരാൻ. പന്തളം കേരളവർമ്മ തമ്പുരാനാണ് പന്തളത്ത് നിന്ന് കവന കൗമുദി എന്ന ദ്വൈവാരിക ആരംഭിച്ചത്. അടുത്ത ചോദ്യം, SNDP യോഗത്തിന്റെ മുഖപത്രമായി 1904 ആരംഭിച്ച മാസിക ഏതാണ്? SNDP യോഗത്തിന്റെ മുഖപത്രമായി 1904 ആരംഭിച്ച മാസിക ഏതാണ്? ഉത്തരം വിവേകോദയം. വിവേകോദയം. അടുത്ത ചോദ്യം, വിവേകോദയത്തിന്റെ പത്രാധിപർ ആയിരുന്ന കവി ആര്? വിവേകോദയത്തിന്റെ പത്രാധിപർ ആയിരുന്ന കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഉത്തരം കുമാരനാശാൻ. അടുത്ത ചോദ്യം, 1934 പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? 1934 പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം EMS. EMS ആണ് പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1887. 1887 ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്?
ഉത്തരം ദീപിക. മലയാളത്തിലെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ദീപിക. അടുത്ത ചോദ്യം, നസ്രാണി ദീപികയ്ക്ക് ആദ്യം ഉദ്ദേശിച്ചിരുന്ന പേര് എന്താണ്? നസ്രാണി ദീപികയ്ക്ക് ആദ്യം ഉദ്ദേശിച്ചിരുന്ന പേര് എന്താണ്? ഉത്തരം നസ്രാണി സാഹിത്യ പ്രകാശിക. നസ്രാണി സാഹിത്യ പ്രകാശിക. അടുത്ത ചോദ്യം, ദീപിക പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ദീപിക പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം നിതീരിക്കൽ മാണി കത്തനാർ. നിതീരിക്കൽ മാണി കത്തനാർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏതാണ്? കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏതാണ്? ഉത്തരം ദീപിക. ഉത്തരം ദീപിക. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ 1923 മാർച്ച് 18 കോഴിക്കോട് നിന്ന് ത്രൈവാരിക ആയി ആരംഭിച്ച പത്രം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ 1923 മാർച്ച് 18 കോഴിക്കോട് നിന്ന് ത്രൈവാരിക ആയി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം മാതൃഭൂമി. മാതൃഭൂമി. അടുത്ത ചോദ്യം, മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം KP കേശവമേനോൻ. KP കേശവമേനോൻ. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ദിനപത്രമായ പ്രസിദ്ധീകരണം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ദിനപത്രമായ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം മാതൃഭൂമി. മാതൃഭൂമി. അടുത്ത ചോദ്യം, മലയാള പത്രപ്രവർത്തന രംഗത്ത് കളർ അച്ചടിക്ക് തുടക്കമിട്ട പത്രം? മലയാള പത്രരംഗത്ത് കളർ അച്ചടിക്ക് തുടക്കമിട്ട പത്രം ഏതാണ്? ഉത്തരം മാതൃഭൂമി. മാതൃഭൂമി. അടുത്ത ചോദ്യം, 1942 കൊച്ചിയിൽ യൂറോപ്യൻ പട്ടാളക്കാർ സ്ത്രീകളുടെ നേർക്ക് നടത്തിയ കടന്നാക്രമണത്തെ വിമർശിച്ചതിനാൽ മദ്രാസ് ഗവൺമെന്റ് നിരോധിച്ച പത്രം ഏതാണ്? മാതൃഭൂമി. അടുത്ത ചോദ്യം, 1942 കൊച്ചിയിൽ യൂറോപ്യൻ പട്ടാളക്കാർ സ്ത്രീകളുടെ നേർക്ക് നടത്തിയ കടന്നാക്രമണത്തെ വിമർശിച്ചതിനാൽ മദ്രാസ് ഗവൺമെന്റ് നിരോധിച്ച പത്രം ഏതാണ്? ഉത്തരം മാതൃഭൂമി. അടുത്ത ചോദ്യം, മാതൃഭൂമി എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാതൃഭൂമി എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം KP കേശവമേനോൻ. KP കേശവമേനോൻ. അടുത്ത ചോദ്യം, മലയാള മനോരമ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? മലയാള മനോരമ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അടുത്ത ചോദ്യം, മലയാള മനോരമയുടെ ആദ്യ പത്രാധിപർ ആരാണ്? മലയാള മനോരമയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അടുത്ത ചോദ്യം, മലയാള മനോരമ ദിനപത്രമായ വർഷം ഏത്? മലയാള മനോരമ ദിനപത്രമായ വർഷം? ഉത്തരം 1928. 1928. അടുത്ത ചോദ്യം, ദിവാൻ CP രാമസ്വാമി അയ്യർ തടവിലാക്കിയ മനോരമ പത്രാധിപർ ആര്? ദിവാൻ CP രാമസ്വാമി അയ്യർ തടവിലാക്കിയ മനോരമ പത്രാധിപർ ആര്? ഉത്തരം മാമൻ മാപ്പിള. മാമൻ മാപ്പിള. അടുത്ത ചോദ്യം, ദിവാൻ CP രാമസ്വാമി അയ്യർ മലയാള മനോരമ നിരോധിച്ച വർഷം? ദിവാൻ CP രാമസ്വാമി അയ്യർ മലയാള മനോരമ നിരോധിച്ച വർഷം? ഉത്തരം 1938. 1938. അടുത്ത ചോദ്യം, മലയാള മനോരമ വാരികയുടെ ആദ്യ പത്രാധിപർ? മലയാള മനോരമ വാരികയുടെ ആദ്യ പത്രാധിപർ? ഉത്തരം EV കൃഷ്ണപിള്ള. EV കൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഭാഷാപോഷണിയുടെ ആദ്യ പത്രാധിപർ ആര്? ഭാഷാപോഷണിയുടെ ആദ്യ പത്രാധിപർ ആര്? ഉത്തരം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഏതാണ്? ഉത്തരം മലയാള മനോരമ. മലയാള മനോരമ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഫാക്സിമിലി സാങ്കേതിക വിദ്യ ആദ്യമായി ഉപയോഗിച്ച ഭാഷാപത്രം ഏത്?
ഇന്ത്യയിൽ ഫാക്സിമിലി സാങ്കേതിക വിദ്യ ആദ്യമായി ഉപയോഗിച്ച ഭാഷാപത്രം ഏത്? ഉത്തരം മലയാള മനോരമ. മലയാള മനോരമ. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കടലാസ് ക്ഷാമം നേരിട്ടപ്പോൾ പ്രസിദ്ധീകരണം നിലച്ച പത്രം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കടലാസ് ക്ഷാമം നേരിട്ടപ്പോൾ പ്രസിദ്ധീകരണം നിലച്ച പത്രം ഏതാണ്? ഉത്തരം കേരള മഹാജനസഭയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ആരംഭിച്ച മനോരമ എന്ന പത്രം. കേരള മഹാജനസഭയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ആരംഭിച്ച മനോരമ എന്ന പത്രം. അടുത്ത ചോദ്യം, സുജനനന്ദിനിയുടെ ഉടമയും പത്രാധിപരും ആയിരുന്നത് ആര്? സുജനനന്ദിനിയുടെ ഉടമയും പത്രാധിപരും ആയിരുന്നത് ആര്? ഉത്തരം പരവൂർ കേശവനാശാൻ. പരവൂർ കേശവനാശാൻ. അടുത്ത ചോദ്യം, കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു? കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, വടക്കൻ കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രാധിപർ ആര്? വടക്കൻ കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രാധിപർ ആര്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, തെക്കൻ കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? തെക്കൻ കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, സഹോദരൻ എന്ന പത്രം സ്ഥാപിച്ചത് ആര്? സഹോദരൻ എന്ന പത്രം സ്ഥാപിച്ചത് ആര്? ഉത്തരം കെ അയ്യപ്പൻ. കെ അയ്യപ്പൻ. അടുത്ത ചോദ്യം, 1921 സ്വരാട് എന്ന പത്രം ആരംഭിച്ചത് ആര്? 1921 സ്വരാട് എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം എ കെ പിള്ള. എ കെ പിള്ള. അടുത്ത ചോദ്യം, കൊച്ചി രാജ്യത്തെ ആദ്യ പത്രനിരോധനം 1923 ഏതാണ് ആ പത്രം? കൊച്ചി രാജ്യത്തെ ആദ്യ പത്രനിരോധനം 1923 ഏതാണ് ആ പത്രം? ഉത്തരം ലോകമാന്യൻ. ലോകമാന്യൻ. അടുത്ത ചോദ്യം, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ 1924 ഒക്ടോബറിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രം ഏതാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ 1924 ഒക്ടോബറിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം അൽ അമീൻ. അൽ അമീൻ. അടുത്ത ചോദ്യം, മുസ്ലിം ലീഗിന്റെ മുഖപത്രമായി 1934 തലശ്ശേരിയിൽ നിന്ന് വാരികയായി ആരംഭിച്ച പത്രം ഏതാണ്? മുസ്ലിം ലീഗിന്റെ മുഖപത്രമായി 1934 തലശ്ശേരിയിൽ നിന്ന് വാരികയായി ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ചന്ദ്രിക. ചന്ദ്രിക. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസ് ആശയപ്രചാരണത്തിനായി 1929 കൊല്ലത്ത് തുടങ്ങിയ വാരിക ഏതാണ്? കോൺഗ്രസ് ആശയപ്രചാരണത്തിനായി 1929 കൊല്ലത്ത് തുടങ്ങിയ വാരിക ഏതാണ്? ഉത്തരം മലയാള രാജ്യം. അടുത്ത ചോദ്യം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിന്റെ മുഖപത്രമായി കോഴിക്കോട് 1942 സെപ്റ്റംബർ 6 തുടങ്ങിയ പത്രം ഏതാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിന്റെ മുഖപത്രമായി കോഴിക്കോട് 1942 സെപ്റ്റംബർ 6 തുടങ്ങിയ പത്രം ഏതാണ്? ഉത്തരം ദേശാഭിമാനി. ദേശാഭിമാനി. അടുത്ത ചോദ്യം, ദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആര്? ദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആര്? ഉത്തരം MS ദേവദാസ്. MS ദേവദാസ്. അടുത്ത ചോദ്യം, CPIയുടെ മുഖപത്രം ഏതാണ്? CPIയുടെ മുഖപത്രം ഏതാണ്? ഉത്തരം ജനയുഗം. ഉത്തരം ജനയുഗം. അടുത്ത ചോദ്യം,
ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 1987 ആരംഭിച്ച പത്രം ഏതാണ്? ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 1987 ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം മാധ്യമം. അടുത്ത ചോദ്യം, മംഗളം മാസികയുടെ സ്ഥാപകൻ ആരാണ്? മംഗളം മാസികയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം MC വർഗീസ്. അടുത്ത ചോദ്യം, ഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിന്റെ ആദ്യ എഡിറ്ററായ മലയാളി ആരാണ്? ഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിന്റെ ആദ്യ എഡിറ്ററായ മലയാളി ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം, കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റായ കവി ആരാണ്? കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റായിരുന്ന കവി ആരാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ.